ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ നിന്ന് രാജിവെച്ച് മല്ലിക സുകുമാരൻ പടിയിറങ്ങുന്നു എന്നും ശ്വേതയ്ക്കൊപ്പം എന്നും ഫേസ്ബുക്കിൽ മല്ലിക സുകുമാരൻ കുറിപ്പിട്ടു. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിപിൻ, താരസംഘടനയിലെ പോര് അത് അവസാനിക്കുന്നില്ല. മല്ലിക സുകുമാരൻ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു? വലിയ ഭിന്നത അമ്മയിൽ നിലനിൽക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതേ ദിൽന, ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ലക്ഷ്മി പ്രിയയ്ക്കും ശ്വേതാ മേനോനും പുറകെ മല്ലിക സുകുമാരനും പ്രാഥമിക അമ്മയുടെ അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഫേസ്ബുക്കിലൂടെയാണ് ഈ രാജിപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. സ്നേഹത്തോടെ അമ്മയിൽ നിന്ന് പടിയിറങ്ങുന്നു, ഒപ്പം തന്നെ സത്യത്തിനൊപ്പം ശ്വേതയ്ക്കൊപ്പം എന്നുള്ളതുമാണ് ഈ ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ശ്വേതയെ ഒറ്റപ്പെടുത്തി എന്നുള്ള നിലയ്ക്ക് അതിനൊരു വ്യാഖ്യാനം വരികയും അതിനൊപ്പം തന്നെ മല്ലിക സുകുമാരൻ രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നിമിഷം വരെയും അവിടെ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ടുണ്ടായിരുന്ന തർക്കത്തിനൊടുവിൽ അമ്മയിൽ നിന്ന് ശ്വേതാ മേനോനായാലും ലക്ഷ്മി പ്രിയയായാലും അവരുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുകയും അമ്മയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ചിന്ത എന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ഐക്യദാർഢ്യവുമായി ഒരാൾ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശ്വേത അവിടെ അവതരിപ്പിച്ച കാര്യങ്ങളിൽ അല്ലെങ്കിൽ ശ്വേത പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചുകൂടി വസ്തുതയുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് മല്ലിക സുകുമാരൻ ആ ഒരു രാജി സന്നദ്ധ അറിയിച്ചിരിക്കുകയാണ്. സത്യത്തിനൊപ്പം എന്ന് പറയുമ്പോൾ ആ ഒരു വിള്ളൽ അത് കൂടുതൽ കൃത്യമാവുന്നു എന്നുള്ളത് വേണം വിലയിരുത്താൻ. ഇന്നലെ ഇപ്പോൾ അനൂപ് ചന്ദ്രനെ പോലുള്ളവരും സേതയ്ക്കൊപ്പം നിന്നിരുന്നു. എന്നാൽ അൻസിബയ്ക്ക് ഒപ്പം നിൽക്കുകയും വലിയ കളങ്കം കഴിഞ്ഞ ഭരണസമിതി അവിടുത്തെ അംഗങ്ങൾക്ക് ഉണ്ടാക്കി എന്നുള്ള നിലയ്ക്കുള്ള വ്യാഖ്യാനങ്ങൾ വരികയും അതിന് കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുകയും ആ രീതിക്ക് ആ ഭരണസമിതി അപ്പാടെ തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, മല്ലിക സുകുമാരൻ മറ്റൊരു പോസ്റ്റിൽ പ്രധാനമായും പറയേണ്ടത് ഇതൊരു വ്യവസായ പദവി കഴിഞ്ഞ ബജറ്റിൽ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ചർച്ചയാകേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ വിവാദങ്ങൾക്കും ഇപ്പോഴുള്ള ഈ ചേരിപ്പോരിനും പരസ്പരമുള്ള പഴിചാരലുകൾക്കും അപ്പുറം വലിയ ജനറൽ ബോഡി യോഗം നടക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകേണ്ട ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. ഈ വ്യവസായ പദവി സിനിമയ്ക്ക് ലഭിക്കുമ്പോൾ പുതിയ ഭൂമി വൈദ്യുതി ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു VFX പാർക്ക് സ്ഥാപിക്കുന്നതിന് എങ്ങനെയായിരിക്കും, അതിൽ സർക്കാർ സംയുക്ത ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ, അതുമാത്രമല്ല സ്വതന്ത്ര ഓഡിറ്റോട് കൂടിയ ശക്തമായ ലൈംഗിക അതിക്രമ വിരുദ്ധ നയം നടപ്പിലാക്കുക, അതെങ്ങനെ വേണം, ഒപ്പം ഈ സിനിമ സബ്സിഡി ഉൾപ്പെടുത്തി അടുത്ത 2 വർഷത്തിനുള്ളിൽ 100 വനിതാ അസിസ്റ്റന്റ് ഡയറക്ടർമാരെയും ക്യാമറ പേഴ്സൺമാരെയും പരിശീലിപ്പിക്കുക, ഇതൊക്കെ എങ്ങനെ വേണമെന്നുള്ള വലിയ ചർച്ചകൾക്ക് തുടക്കമിടേണ്ട, ചർച്ചകൾ നടക്കേണ്ട സ്ഥലമായിരുന്നു ജനറൽ ബോഡി യോഗം. പക്ഷേ വിവാദങ്ങളിലും പരസ്പരമുള്ള പഴിചാരലുകളിലും അത് ഒതുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ താൻ പടിയിറങ്ങുന്നു, ശ്വേതയ്ക്കൊപ്പം എന്നുള്ളതാണ് ഒരു ഹാഷ്ടാഗ് പോലെ തന്നെ അത് ശ്വേതയ്ക്കൊപ്പം എന്നുള്ളത് കൂടി മല്ലിക സുകുമാരൻ ഏറ്റവും മുതിർന്ന ഒരു അംഗം ഇപ്പോൾ ശ്വേതയ്ക്ക് ഒപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ രാജി വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇതിന്റെ തുടർചലനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോൾ തന്നെ ഈ അമ്മയിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇന്നലെ പുറത്ത് ഇറങ്ങിയ ആളുകളും അതുപോലെ തന്നെ പടിയിറങ്ങിയ ആളുകളൊക്കെ തന്നെ അവരുടെ വൈകാരികമായ കുറിപ്പുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് തൊട്ടുപുറകെയാണ് മല്ലിക സുകുമാരൻ രാജിവെച്ചിരിക്കുന്നത്. പഴയ ഭരണസമിതി അധികാരം ഒഴിഞ്ഞിട്ടും അഡ്ഹോക് കമ്മിറ്റി ചുമതല ഏറ്റെടുത്തിട്ടും ആ പ്രതിസന്ധി തീരുന്നില്ല. അമ്മയിലെ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. മല്ലിക സുകുമാരൻ ശ്വേതാ മേനോന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ അംഗത്വം രാജിവെച്ചിരിക്കുകയാണ്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.